രാജ്യത്തൊട്ടാകെ പ്രതിപക്ഷത്തെ നേതാക്കളെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, സമൻസ് അയക്കുന്നു, അങ്ങനെ അങ്ങ് പറയുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസും ആ ഒരു നിലപാടെടുക്കണ്ടേ? അവരിതുവരെ ഈ തോമസ് ഐസക്കിനെയോ അല്ലെങ്കിൽ മറ്റ് CPI നേതാക്കളെ വരുമ്പോൾ വേറൊരു തരത്തിലേക്ക് കാണുന്ന കാര്യങ്ങൾ, അതെന്തുണ്ടാകും അങ്ങനെ കോൺഗ്രസ് നിലപാടെടുക്കുന്നത്? കോൺഗ്രസ്സിന് കേരളത്തിൽ വരുമ്പോൾ അവിടെ അഖിലേന്ത്യാ നയമാകെ മറക്കും. പണ്ടില്ലാത്തൊരു ഭയം UDFന് മേൽ വന്നിട്ടുണ്ട്. അതിൽ പതിവ് തെറ്റിച്ച് 2ാം വട്ടം LDF ജയിച്ചപ്പോൾ ഇനി 3ാം വട്ടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നൊരു വലിയ ബോധം, അവരെങ്ങും ഭരിക്കുക. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് കെ സുധാകരനും സതീശനും കണ്ടിരിക്കുന്നത് എല്ലാത്തിനോടും കൺഫ്രണ്ടേഷനാണ്. സാറിന് അങ്ങനത്തെ ഒരു മര്യാദയല്ല, രാഷ്ട്രീയ മര്യാദയല്ലല്ലോ കേരളത്തിലുള്ളത്. എതിർക്കുമ്പോൾ തന്നെ അന്യോന്യം ഏറ്റുമുട്ടുമ്പോൾ തന്നെ സഹകരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും സഹകരിക്കുന്ന ഒരു പാരമ്പര്യമുള്ളത്. ലീഗ് ഇപ്പോഴും അങ്ങനെ ഒരു നിലപാടാണ്. പൂർണ്ണമായിട്ടൊന്നും ഈ കോപ്രായങ്ങൾക്ക് പോണില്ല. സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്നു, ധനപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു. ഇതിനെതിരായിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം. എന്താ കോൺഗ്രസിൻ്റെ പ്രതികരണം? നിങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, അതുകൊണ്ട് BJP എതിർക്കാൻ ഒരുമിച്ചില്ല. അതെന്തർത്ഥം? ഇന്ത്യ എന്നും പറഞ്ഞൊരു മുന്നണി ഉണ്ടായിരിക്കുകയല്ലേ. ആ മുന്നണിയിലുള്ളവരെല്ലാവരും നമ്മൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, വ്യത്യസ്ത പാർട്ടികളാണ്. കോൺഗ്രസുമായിട്ട് കേരളത്തിലെ അഭിപ്രായ വ്യത്യാസം അറിഞ്ഞുകൊണ്ട് തന്നെ CPM അവിടെ ഉള്ളത്. കാരണം BJP എതിർക്കാൻ വേണ്ടി യോജിക്കുക, ബാക്കിയുള്ള പല കാര്യങ്ങളിലും വ്യത്യസ്ത പുലർത്തുക. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നതാ, ഇപ്പോൾ കേരളത്തിൽ പറയുന്നത് BJP എതിർക്കാൻ പോലും ഞങ്ങൾ തയ്യാറില്ല നിങ്ങളോടൊപ്പം നിന്ന്. അത് കോൺഗ്രസ് കാരണമാണ്. സാമ്പത്തികമായി സംസ്ഥാനത്തെ കേന്ദ്രം ഞെരുക്കുന്നു പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തും ഒരുപാട് വീഴ്ചകളുണ്ട്. അങ്ങനെ അത് ജനറലൈസ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സർക്കാർ രക്ഷയില്ലല്ലോ. സംസ്ഥാന സർക്കാരിനെതിരായി സമരം ചെയ്യട്ടെ എന്ന്, സംസ്ഥാന സർക്കാരിനെ തുറന്നു കാണിക്കട്ടെ എന്ന്, അത് പ്രതിപക്ഷത്തിൻ്റെ കടമയല്ല, അവർ ചെയ്യട്ടെ. പക്ഷെ കേരളീയർ ഒരുമിച്ച് നിൽക്കണ്ടെന്ന് കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരോട് വേറെ ലോജിക്കില്ലേ? ഇവിടെ കേരളത്തിന് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരും പ്രദേശം ഒരുമിച്ച് അവിടെ പോകുമ്പോൾ എല്ലാം കേന്ദ്രത്തിന് ചുമലിലാകില്ലേ, സംസ്ഥാനം കൈ കഴുകില്ലേ? അതിനല്ലേ പറഞ്ഞാൽ വേറെ മാറി നിന്നിട്ട് പറഞ്ഞോട്ടെ എന്ന്. കേന്ദ്രം മാത്രമല്ല ഈ കേരള സർക്കാരും മോശമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചോട്ടെ, സമരവും ചെയ്തോട്ടെ. അതിനൊന്നും അല്ല തീർക്കുന്നത്. മറിച്ച് BJP പൊതുശത്രുവല്ലേ? BJPയുടെ ഉന്നം CPM മാത്രമല്ലല്ലോ, കോൺഗ്രസ് അടക്കമുള്ളതല്ലേ. BJPക്കെതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റുമുട്ടുക. അയ്യോ, ഞങ്ങളും അവർക്കെതിരെ വിമർശനം കുറക്കത്തില്ല, പക്ഷെ ഈ കാര്യത്തിൽ യോജിക്കാവുന്നതാണ്. അപ്പോൾ ഈ അഖിലേന്ത്യാ രാഷ്ട്രീയവും ഇന്ത്യ മുന്നണി രാഷ്ട്രീയവും എല്ലാം കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൈവിടിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പോണത്, അവരെക്കാൾ വിശ്വസിക്കാം ഇടതുപക്ഷത്തെ ഈ BJPക്കെതിരായിട്ട് നിലപാടെടുക്കുന്നതിന്. ഏത് വന്നാലും ഇന്ത്യ മുന്നണിയെ ഞങ്ങൾ പിന്താങ്ങും. എന്തിന്? BJPയെ മാറ്റി നിർത്താൻ വേണ്ടി. കോൺഗ്രസ് ആണെങ്കിൽ ആ ഉറപ്പൊന്നുമില്ല കേട്ടോ. പാർട്ടി എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അല്ല, പല വ്യക്തികളും ഇന്ന് BJPയുടെ നേതാക്കന്മാരായി വിലസുന്നവരിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരായിരുന്നില്ലേ. അപ്പോൾ കോൺഗ്രസിനേക്കാൾ ഉറപ്പിക്കാവുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിനാണ്. ഇത് ന്യൂനപക്ഷങ്ങളോട് പറയുന്നതാണോ, മുസ്ലിങ്ങളോട് പറയുന്നതാണോ, കേരളത്തിൽ മൊത്തത്തിൽ പറയുന്നതാണോ CPM? ഇത് എല്ലാവരോടും പറയും.